ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ തെർമോഡൈനാമിക് പ്രോസസ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇന്ന് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾസ്. അപ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ സയൻസ് ഡീൽസ് വിത്ത് ദ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി സച്ച് ആസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ എക്സെട്ര. അപ്പോൾ ഈ ഹീറ്റ് എനർജിയുടെ ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് തെർമോഡൈനാമിക്സ്. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് അനാലിസിസ് ഓഫ് തെർമോഡൈനാമിക് സൈക്കിൾസ് എന്നാണ്. നമുക്ക് പലതരം ഹീറ്റ് എൻജിൻസ് അറിയാം, അല്ലേ? പെട്രോൾ എൻജിൻ ഒരു ഹീറ്റ് എൻജിനാണ്. അതേപോലെ തന്നെ ഡീസൽ എൻജിൻ ഒരു ഹീറ്റ് എൻജിനാണ്. ഗ്യാസ് ടർബൈൻ, സ്റ്റീം ടർബൈൻ, ഇതെല്ലാം പലതരം ഹീറ്റ് എൻജിൻസ് ആണ്. അപ്പോൾ ഈ ഓരോ ഹീറ്റ് എൻജിൻസ് വർക്ക് ചെയ്യണമെങ്കിലും അതിനെല്ലാം ഒരു തെർമോഡൈനാമിക് സൈക്കിൾസ് ആവശ്യമുണ്ട്. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഓട്ടോ സൈക്കിൾ ആവശ്യമുണ്ട്. ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഡീസൽ സൈക്കിൾ ആവശ്യമുണ്ട്. ഗ്യാസ് ടർബൈൻ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബ്രൈറ്റൺ സൈക്കിൾ ആവശ്യമുണ്ട്. സ്റ്റീം ടർബൈൻ റൺ ചെയ്യിക്കാൻ വേണ്ടി റാങ്കൈൻ സൈക്കിൾ ആവശ്യമുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ള കാർനോട്ട് സൈക്കിളിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് കാർനോട്ട് സൈക്കിൾ? എ കാർനോട്ട് സൈക്കിൾ ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ഐഡിയലൈസ്ഡ് ഹീറ്റ് എഞ്ചിൻ സൈക്കിൾ വിച്ച് ഹാസ് മാക്സിമം പോസിബിൾ എഫിഷ്യൻസി. അപ്പോൾ ഈ കാർനോട്ട് സൈക്കിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ആയിരിക്കും. അതേപോലെ തന്നെ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ഐഡിയലൈസ്ഡ് സൈക്കിളാണ്. ഇതൊരു റിയൽ സൈക്കിൾ അല്ല. നേരത്തെ പറഞ്ഞ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ഗ്യാസ് ടർബൈൻ, സ്റ്റീം ടർബൈൻ, ഇതെല്ലാം ഒരു റിയൽ എഞ്ചിൻസാണ്. നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എഞ്ചിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാർനോട്ട് സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നീട് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മളിതൊരു അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കാർനോട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്നത്. കാര്യം ഇതിന് മാക്സിമം എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈക്കിളിനെ കണ്ടുപഠിച്ചിട്ടാണ് ബാക്കിയുള്ള സൈക്കിൾസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ പ്രത്യേകത. പിന്നീട് ഈ കാർനോട്ട് സൈക്കിൾ ഒരു റിവേഴ്സിബിൾ സൈക്കിളാണ്. എല്ലാ പ്രോസസ്സും റിവേഴ്സിബിളാണ്. അപ്പോൾ ഇവിടെ 4 റിവേഴ്സിബിൾ പ്രോസസ്സാണുള്ളത്. ഹീറ്റ് സപ്ലൈ, ഹീറ്റ് റിജക്ഷൻ, ഐസോതെർമലായിട്ടും, അതേപോലെ തന്നെ അഡയബാറ്റിക്, കംപ്രഷനുണ്ട്, എക്സ്പാൻഷനുണ്ട്. കാർനോട്ട് സൈക്കിളിൻ്റെ 4 പ്രോസസ്സുകൾ ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി ഇവിടെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൽ ഈ കാണുന്നതാണ് സിലിണ്ടർ വോൾസ്. അതേപോലെ ഈ സിലിണ്ടർ വോൾസിനകത്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ. അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റും. പിന്നീട് ഈ സിലിണ്ടർ വാൾസ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. അതേപോലെ പിസ്റ്റണും ഇൻസുലേറ്റഡ് ആണ്. ഈ പിസ്റ്റൻ്റെ അകത്തുള്ള ഈ പോർഷനാണ് നമ്മുടെ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് അകത്തുനിന്ന് പുറത്തേക്ക് ഹീറ്റ് പോകാൻ പറ്റത്തില്ല, പുറത്തുനിന്ന് അകത്തേക്കും ഹീറ്റ് വരില്ല. അതാണ് ഒരു ഇൻസുലേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നീട് ഈ സിലിണ്ടറിൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ സിലിണ്ടർ ഹെഡ് എന്ന് പറയും. ഈ പോർഷൻ കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് നോക്കാം. ദാറ്റ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഈ പ്രോസസ്സുകളെ ഞാൻ പ്രഷർ വോളിയം ഡയഗ്രത്തിലും അതേപോലെ തന്നെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിലും പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പിസ്റ്റൺ സ്റ്റേറ്റ് 1 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു എയർ ഉണ്ട്. നേരത്തെ പറഞ്ഞ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ്. സോ എയർ ഈസ് എ വർക്കിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ എയർ ഉണ്ട് ഇവിടെ. അപ്പോൾ എയറിൻ്റെ പ്രഷർ P1, വോളിയം V1 ആൻഡ് ടെമ്പറേച്ചർ T1 ആണ്. നമ്മളിവിടേക്ക് ഒരു ഹൈ ടെമ്പറേച്ചർ സോഴ്സ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ്. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് കപ്പാസിറ്റി ഉള്ളൊരു ഹീറ്റ് റിസർവോയർ ആണ്. ഈ സോഴ്സിൽ നിന്ന് എത്ര ഹീറ്റ് എടുത്താലും ഈ സോഴ്സിൻ്റെ ടെമ്പറേച്ചറോ ഹീറ്റ് എനർജിയോ കുറയുന്നില്ല. അതാണ് ഒരു സോഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ പേര് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. വിച്ച് മീൻസ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ പ്രോസസ് 1 to 2. അപ്പോൾ നമ്മുടെ പ്രോസസ് 1 to 2 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവുന്നത്? ഇവിടെ ടെമ്പറേച്ചർ T1 ആണെങ്കിൽ ഇവിടെ കുറച്ച് കുറയേണ്ടതല്ലേ? എങ്ങനെയാണ് ഇവിടെ ടെമ്പറേച്ചർ നമുക്ക് കോൺസ്റ്റൻ്റ് ആക്കാൻ പറ്റുന്നത്? ഈ പിസ്റ്റൺ ഇവിടുന്ന് വളരെ പതുക്കെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പതുക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിന് എല്ലായിടവും റീച്ച് ചെയ്യാൻ പറ്റും. ഇവിടെയും T1 ആയിരിക്കും, ഇവിടെയും T1 ആയിരിക്കും, ഇവിടെയും T1 ആയിരിക്കും, ഇവിടെയും T1 ആയിരിക്കും, ഇവിടെയും T1 ആയിരിക്കും. എല്ലായിടവും T1 ആയിട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പതുക്കെ സമയം കൊടുത്താണ് പോകുന്നത്. ഇനി ഇൻ കേസ് ഈ പിസ്റ്റൺ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്താലോ, ഇവിടെ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും, ഇവിടെ കുറച്ച് കുറവായിരിക്കും, ഇവിടെ അതിലും കുറവായിരിക്കും. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു സമയം വേണം. അപ്പോൾ ആ സമയം അനുവദിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സ് നടത്തുന്നതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. വളരെ പതുക്കെയാണ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് മുകളിലേക്ക്. സോ ഇറ്റ്സ് കാൾഡ് ഐസോതെർമൽ പ്രോസസ്സ്. പിന്നീട് ഒരു ഹീറ്റ് എയറിലേക്ക് കൊടുക്കുമ്പോൾ എയർ എന്ത് പറ്റും? എക്സ്പാൻഡ് ചെയ്യും, അല്ലേ? അപ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യും. സ്റ്റേറ്റ് 1 നിന്നും സ്റ്റേറ്റ് 2 മൂവ് ചെയ്യും. അപ്പോൾ ഈ ഇവിടെ ഒരു പിസ്റ്റൺ ഒരു വർക്ക് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വർക്ക് ഔട്ട് എന്ന് ഇവിടെ എഴുതാം.
അല്ലേ? ഈ പിസ്റ്റൺ മുകളിലേക്ക് വരുന്നത് ഒരു വർക്ക് ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ വർക്ക് ഔട്ട് എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ പി വി ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യാം. പി വി ഡയഗ്രത്തിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് ഒരു കർവായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്താണ്? പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് പി വി ഡയഗ്രത്തിൽ വരച്ചാൽ എങ്ങനെ ഇരിക്കും? ഈ ഒരു കർവായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ പ്രോസസ്സ് 1 to 2 നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ക്യു എസ്. ഹീറ്റ് സപ്ലൈ കൊടുക്കുക നമ്മൾ ക്യു എസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരു വർക്ക് ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു ടി എസ് ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്താലോ? ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. T1 ഈക്വൽസ് T2. അപ്പോൾ ഈ നമ്മുടെ സിസ്റ്റം സ്റ്റേറ്റ് 2-ൽ എത്തിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് നോക്കാം. ഇറ്റ് ഈസ് 2 to 3 പ്രോസസ്സ് വിച്ച് ഈസ് കാൾഡ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. എന്താണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ ഇവിടെ സിലിണ്ടറിൻ്റെ ഹെഡ് യൂസ് ചെയ്തിരുന്ന സോഴ്സ് ഹൈ ടെമ്പറേച്ചർ റിസർവറായ സോഴ്സ് എടുത്ത് മാറ്റിയ ശേഷം അവിടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സിസ്റ്റം ഹോളായിട്ട് എന്ത് പറ്റും? ഇൻസുലേറ്റഡ് ആയി. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റിൽ എന്താ പറയുന്നത്? ക്യൂ ഈക്വൽസ് ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. അഡിയബാറ്റിക് പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചാണ്. ക്യൂ 0 ആവും. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽസ് മൈനസ് ഡെൽറ്റ യു. അപ്പോൾ ഇവിടെ ഈ പിസ്റ്റൺ സ്റ്റേറ്റ് 2-ൽ നിന്ന് സ്റ്റേറ്റ് 3-ലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഈ സിസ്റ്റത്തിലുള്ള ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വർക്ക് ഔട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഹീറ്റ് സപ്ലൈ ഒന്നുമില്ല. പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. ഓൺലി എക്സ്പാൻഡിങ് യൂസിങ് ദ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പി വി ഡയഗ്രത്തിൽ തന്നെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. 2 to 3 ആണ് പ്രോസസ്സ്. ഒരു വർക്ക് പുറത്തേക്ക് ഇടുന്നുണ്ട്. ഹീറ്റൊന്നും അകത്തോട്ടും പുറത്തോട്ടും പോകുന്നില്ല. നമുക്കറിയാം പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പി വി റേസ് ടു ഗാമ ഒരു പി വി ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റീപ്പ് കർവായിരിക്കും വരുന്നത്. അതേപോലെ ടി എസ് ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യാം. ടി എസ് ഡയഗ്രത്തിൽ എൻട്രോപ്പി 2 to 3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഈ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ മറ്റൊരു പേരാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ഉള്ള പ്രോസസ്സാണ്. ഇപ്പോൾ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ എപ്പോഴുള്ള പേരാണ് ഐസെൻട്രോപ്പിക്. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി. അപ്പോൾ നമ്മുടെ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്ത് സ്റ്റേറ്റ് 2-ൽ നിന്ന് സ്റ്റേറ്റ് 3-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ പ്രോസസ്സ്, നെക്സ്റ്റ് പ്രോസസ്സാണ് ഐസോതെർമൽ കംപ്രഷൻ. എന്താണ് ഐസോതെർമൽ കംപ്രഷൻ? നമ്മളൊരു വർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഈ പിസ്റ്റൻ്റെ മുകളിലേക്ക് ഒരു വർക്ക് കൊടുക്കുകയാണ്. പക്ഷേ അത് ഐസോതെർമൽ ആവാൻ വേണ്ടി വളരെ പതുക്കെയാണ് ഈ പിസ്റ്റൻ നമ്മൾ മൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നേരത്തെ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് അഡിയബാറ്റിക് പ്രോസസ്സ് ചെയ്യുന്നത്. അതെടുത്ത് മാറ്റിയിട്ട് ഒരു ലോ ടെമ്പറേച്ചർ സിങ്കിൻ്റെ പ്രത്യേകത വളരെ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. അകത്തുള്ള ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കും സിങ്കിൻ്റെ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി ഇൻഫിനിറ്റ് ആയിരിക്കും. എത്ര ഹീറ്റ് അതിലേക്ക് വന്നാലും അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു റിസർവോയറാണ് സിങ്ക്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചറും T3 ആണ്. അതുപോലെ സിങ്കിലെ ടെമ്പറേച്ചറും T3 ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പതുക്കെയാണ് വർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ വളരെ പതുക്കെ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും. സോ ദാറ്റ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് സിസ്റ്റം ആൻഡ് ദ സിങ്ക്. ഇത് ഒരു പി വി ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പ്രോസസ് 3 to 4. 3 to 4 നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. ക്യൂ റിജക്ഷൻ, ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പുറത്തേക്ക്. ഇപ്പോൾ 3 to 4 ഒരു ഐസോതെർമൽ പ്രോസസ്സാണ്. പി വി ഫിസിക്കലിൻ്റെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതേ കർവിൻ്റെ അതേ ലെവലിൽ തന്നെ ഒരു കർവായിരിക്കും വരുന്നത് 3 to 4. ഇനി അത് ടി എസ് ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്താലോ? ഐസോതെർമൽ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് T3 ഈക്വൽസ് T4. അപ്പോൾ നമ്മുടെ പിസ്റ്റൺ സ്റ്റേറ്റ് 4-ൽ എത്തിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് ദാറ്റ് ഈസ് അഡിയബാറ്റിക് കംപ്രഷൻ. ഇവിടെ നേരത്തെ കംപ്രഷനകത്തെല്ലാം നമ്മളൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വർക്ക് കൊടുത്തിട്ട് നമ്മൾ അഡിയബാറ്റിക് ആണ്. ഈ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത വളരെ ഫാസ്റ്റ് നടക്കണം അഡിയബാറ്റിക് പ്രോസസ്സ്. എന്നെങ്കിൽ മാത്രമേ ഇവിടെ അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സ്പീഡായിട്ട് ഈ പിസ്റ്റനെ 4-ൽ നിന്ന് 1-ലേക്ക് ഒരു വർക്ക് കൊടുത്തെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പി വി ഡയഗ്രത്തിൽ വരും? ദാറ്റ് ഈസ് 4 to 1 ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് അഡിയബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ താഴെ ഈ സിങ്ക് മാറ്റി ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റിമെയിൻസ് 0. അപ്പോൾ എന്ത് പറ്റും? ഫസ്റ്റിൽ എന്താ പറയുന്നത്? ക്യൂ ഈക്വൽസ്
ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. നമ്മൾ ഡബ്ല്യു കൊടുക്കുകയാണ്. അപ്പോൾ ക്യൂ 0 ആണ്. അപ്പം ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡബ്ല്യു കൊടുത്തിട്ടാണ് ഇൻറ്റേർണൽ എനർജി കൂട്ടുന്നത്. അപ്പോൾ ഡബ്ല്യു നമ്മൾ കൊടുക്കുന്ന വർക്കിനെ നമ്മൾ മൈനസ് വർക്ക് എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വർക്കിനെ പ്ലസ് വർക്ക് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ എനർജി കൂടാൻ വേണ്ടി നമ്മളൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻറ്റേർണൽ എനർജി കൂടി സ്റ്റേറ്റ് 1ലേക്ക് എത്തിയിരിക്കുകയാണ്, ഈ സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് പി വി ഡയഗ്രാമിൽ പ്ലോട്ട് ചെയ്യാം. ഇതൊരു അഡിയാബാറ്റിക് പ്രോസസ്സാണ്. സോ ദാറ്റ് ഈസ് പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സ്റ്റീപ്പ് കർവാണ് വരുന്നത്. അതേപോലെ ടി എസ് ഡയഗ്രത്തിൽ ഒരു അഡിയാബാറ്റിക് പ്രോസസ്സ് കൊണ്ട് തന്നെ ഇതൊരു ഐസെൻട്രോപിക് പ്രോസസ്സാണ്. സോ 4 to 1 വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. എഫിഷ്യൻസി ഈറ്റ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എന്താണ് ഇവിടെ കിട്ടേണ്ടത്? വർക്ക് ഡൺ ആണ് നമ്മുടെ ഔട്ട്പുട്ട് പുറത്തേക്ക് കിട്ടേണ്ടത്. ഒരു ഹീറ്റ് എഞ്ചിനിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ്? വർക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്ട് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ്. ദാറ്റ് ഈസ് ഹീറ്റ് സപ്ലൈഡ്. സോ നമുക്ക് ഈ വർക്ക് ഡണ്ണിനെ എങ്ങനെ എഴുതാം? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതാൻ പറ്റും. നമ്മൾ സെക്കൻഡിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണത്. സോ ക്യു എസ്, ഹീറ്റ് സപ്ലൈ ക്യു എസ് എന്ന് കൊടുക്കുക, ഹീറ്റ് റിജക്ഷനെ ക്യു ആർ എന്ന് കൊടുക്കുക, ഡിവൈഡ് ബൈ ക്യു എസ്. നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് നോക്കാം. ദാറ്റ് ഈസ് പ്രോസസ് 1 to 2 ഐസോതെർമൽ എക്സ്പാൻഷൻ. അവിടെയാണ് ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യു എസിൻ്റെ ഇക്വേഷൻ അറിയണം, ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ നമുക്കറിയണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഹീറ്റ് സപ്ലൈ ഈക്വൽസ് P1 V1 ഇൻറ്റു ലോഗ് V2 ബൈ V1. നമുക്ക് ഇനി എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം PV ഈക്വൽ ടു MRT. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? MR ഇൻറ്റു T1 ഇൻറ്റു ലോഗ് V2 ബൈ V1. P1 V1 നമുക്ക് MRT എന്ന് കൊടുക്കാം. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് T1 ആണ്. സോ MR T1 ഇൻറ്റു ലോഗ് ഓഫ് V2 ബൈ V1. അതാണ് ഇവിടെ ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ. അതേപോലെ തന്നെ സെക്കൻഡ് പ്രോസസ്സ് എന്താണ്? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ്സ് പഠിച്ചപ്പോൾ വോളിയം ടെമ്പറേച്ചർ റിലേഷൻ പഠിച്ചാണ്. V2 ബൈ V1 ഈക്വൽസ് T1 ബൈ T2 ദ ഹോൾ റേസ് ടു 1 ബൈ ഗാമ മൈനസ് 1. അതേ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ V3 ബൈ V2 ഉണ്ട്. നേരത്തെ അവിടെ V1 ബൈ V2 ആയിരുന്നു. ഇവിടെ V3 ബൈ V2 ഈസ് ഈക്വൽ ടു T2 ബൈ T3 ദ ഹോൾ റേസ് ടു 1 ബൈ ഗാമ മൈനസ് 1. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 3 to 4, ദാറ്റ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. അതും ഇതേപോലെ തന്നെ MR T3 ആണ്. ടെമ്പറേച്ചർ മാറുന്നുണ്ട് T3 ആണ്. എൻ്റെ നാച്ചുറൽ ലോഗ് ഓഫ് V3 ബൈ V4 ആണ്. ഓക്കെ, 3 to 4 പ്രോസസ് ആയതുകൊണ്ട് തന്നെ V3 ബൈ V4 ആണ്. നെക്സ്റ്റ് പ്രോസസ് ദാറ്റ് ഈസ് അഡിയാബാറ്റിക് കംപ്രഷൻ. അതും അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ വോളിയം ടെമ്പറേച്ചർ റിലേഷൻ യൂസ് ചെയ്യാം. V4 ബൈ V1 ഈക്വൽസ് T1 ബൈ T4 ദ ഹോൾ റേസ് ടു 1 ബൈ ഗാമ മൈനസ് 1 എഴുതാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കിയേ, ഈ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും. ഐസോതെർമൽ എക്സ്പാൻഷൻ അടുത്ത് T1 ഈക്വൽ ടു T2 ആണ്. അതേപോലെ തന്നെ ഐസോതെർമൽ കംപ്രഷൻ ആകുമ്പോഴോ T3 ഈക്വൽ ടു T4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ T2നെ നമുക്ക് T1 എന്ന് കൊടുക്കാമല്ലോ, T3ക്ക് വരും T4 എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. സോ ദാറ്റ് V3 ബൈ V2 ഈക്വൽസ് V4 ബൈ V1. V3 ബൈ V2 ഈക്വൽസ് V4 ബൈ V1. ഇവിടെ V3 ബൈ V2 എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. 2 to 3. ഓക്കെ, ഈസ് ഈക്വൽ ടു V4 ബൈ V1. ഇതെന്താണ്? അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. ദാറ്റ് ഈസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ ഈക്വൽസ് അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ അല്ലേ? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ ഈക്വൽസ് അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ. അതേപോലെ തന്നെ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ, ദാറ്റ് ഈസ് V2 ബൈ V1 ഈക്വൽസ് V3 ബൈ V4. ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ഈക്വൽസ് ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ. എന്താണ് V2 ബൈ V1? V2 ബൈ V1 എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ആണ് V2 ബൈ V1, വിച്ച് ഈസ് ഈക്വൽ ടു V3 ബൈ V4, ദാറ്റ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എഫിഷ്യൻസി ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിഷ്യൻസി ഇക്വേഷൻ എന്താണ്? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ ഹീറ്റ് സപ്ലൈ എന്ന ഇക്വേഷൻ എന്താണ് വരുന്നത്? MR T1 ലോഗ് V2 ബൈ V1. അതേപോലെ തന്നെ ഹീറ്റ് റിജക്ഷൻ എന്താണ്? MR T3 ലോഗ് V3 ബൈ V4. MR T3 ലോഗ് V3 ബൈ V4. പക്ഷേ ഇവിടെ V3 ബൈ V4 എന്താണ്? V2 ബൈ V1 ആണ്. അപ്പോൾ നമുക്കിവിടെ V2 ബൈ V1 എന്ന് കൊടുക്കാമല്ലോ. സോ MR T3 ലോഗ് V2 ബൈ V1 വിച്ച് ഈസ് ഈക്വൽ ടു
ഈ എം ആർ ഇൻറ്റു ലോഗ് V2/V1 നമുക്ക് കോൺസ്റ്റൻ്റ് ആണ് എല്ലായിടത്തും. നമുക്കത് വെട്ടിക്കളയാൻ പറ്റും. സോ T1 മൈനസ് T3/T1 ഇസ് ഈക്വൽ ടു 1 മൈനസ് T3/T1. ഞാൻ എഴുതാൻ പറ്റും 1 മൈനസ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി എന്ന് പറയാം. അതായത് സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ് T3, അതേപോലെ തന്നെ സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ് T1. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ പോസിബിലിറ്റി ഓഫ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ എന്തുകൊണ്ടാണ് നമുക്ക് റിയൽ എഞ്ചിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ആർ അഡിയബാറ്റിക് ആൻഡ് ഹെൻസ് ദ ടു ഓപ്പറേഷൻസ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ സോ ദാറ്റ് ദർ ഈസ് ഹാർഡ്ലി എനി ടൈം ഫോർ ഹീറ്റ് ടു എസ്കേപ്പ്. നമുക്കറിയാം അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നതാണ് ക്യൂയുടെ വാല്യൂ 0 ആണ്. ക്യൂ ഷുഡ് ബി 0. അപ്പോൾ ക്യൂ 0 ആക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യണം, വളരെ സ്പീഡ് ആ പ്രോസസ്സ് പെട്ടെന്ന് ആ പ്രോസസ്സ് കഴിയണം, അല്ലെങ്കിൽ ഹീറ്റ് ഏതെങ്കിലും വഴി ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അഡിയബാറ്റിക് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് നടക്കുന്നത്. ഇവിടെ ഒരു അഡിയബാറ്റിക് കംപ്രഷനും ഉണ്ട്, അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഉണ്ട്. ഇപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് വളരെ സ്പീഡിൽ തന്നെ നടത്തണം. അതേപോലെ നെക്സ്റ്റ് പോയിന്റ്, ഓൺ ദ അതർ ഹാൻഡ് ഹീറ്റ് സപ്ലൈ ആൻഡ് റിജക്ഷൻ ഷുഡ് ബി ടേക്ക് പ്ലേസ് വെരി സ്ലോലി ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ പതുക്കെയാണ് ആ പിസ്റ്റനെ മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് നടക്കണം. അപ്പോൾ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് സച്ച് സഡൻ ചേഞ്ചസ് ഇൻ ദ സ്പീഡ് ഓഫ് എൻ എഞ്ചിൻ ഇൻ വൺ സൈക്കിൾ ഈസ് നോട്ട് പോസിബിൾ ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സൈക്കിൾ, ഇങ്ങനത്തെ ഒരു എഞ്ചിൻ റൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു സൈഡ് ഭയങ്കര ഫാസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം വളരെ പതുക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഈ കാർനോട്ട് സൈക്കിളിലെ പ്രാക്ടിക്കൽ പോസിബിലിറ്റിയെ കുറിച്ചാണ് ഈ പറഞ്ഞ പോയിന്റ്സ്. ഇനി നമുക്ക് ഈ കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി TS ഡയഗ്രത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതാണ് ഒരു TS ഡയഗ്രാം. ഇവിടെ ഹീറ്റ് സപ്ലൈ വരുന്നത് എവിടെയാണ്, 1 to 2 ഹീറ്റ് സപ്ലൈ. അതുകൊണ്ട് തന്നെ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നതോ 3 to 4 ഇറ്റ് ഈസ് ഐസോതെർമൽ ഹീറ്റ് അഡിഷൻ ആൻഡ് ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ. സോ നമുക്കറിയാം ഹീറ്റ് സപ്ലൈ വരുന്നത് നമുക്ക് T1 × S2 - S1 എന്നിരിക്കും. കാര്യം സെക്കൻഡിൽ നമ്മൾ പഠിച്ചിട്ടില്ല, എൻട്രോപ്പി ഇക്വേഷൻ എന്താണ്, dS ഈക്വൽ ടു dQ/T അല്ലേ. സോ dQ ഈക്വൽസ് TdS. അപ്പോൾ Q ഈക്വൽസ് TdS എന്ന് എഴുതിക്കൂടെ നമുക്ക്. സോ T × S2 - S1 ആണ് എന്ത്, ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ അല്ലേ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് T1 ആണ് ടെമ്പറേച്ചർ, ഇൻറ്റു S2 - S1 ആണ് അവിടുത്തെ പ്രോസസ്സ് എൻട്രോപ്പി ചേഞ്ച്. നെക്സ്റ്റ് ഹീറ്റ് റിജക്ഷൻ എവിടെയാണ്, 3 to 4 സോ T3 × S3 - S4. പിന്നെ നമുക്ക് ഈ S3 - S4 എങ്ങനെ എഴുതാം, T3 × ഇവിടെ S2 ഈക്വൽസ് S3 ആണ്. സോ നമുക്ക് S3ക്ക് S2 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ S1 ഈക്വൽ ടു S4 ആണ്. സോ S4 ന് S1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ ആയിട്ടും QS - QR/QR T1 × S2 - S1 മൈനസ് T3 × S2 - S1 ഡിവൈഡ് ബൈ T1 × S2 - S1. അപ്പോൾ ഇതിൽ നിന്ന് ഈ S2 - S1 കോമൺ ആണല്ലോ, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ T1 - T3/T1 വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് T3/T1. 1 മൈനസ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി ബൈ ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി. കാർനോട്ട് സൈക്കിൾ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഡ്യൂറിങ് എ കാർനോട്ട് സൈക്കിൾ ദ വർക്കിംഗ് ഫ്ലൂയിഡ് റിസീവ്സ് ഹീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 317 degrees Celsius and rejects heat at a temperature of 22 degrees Celsius. Find the theoretical efficiency of the cycle. ഇവിടെ നമുക്ക് രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഒന്ന് റിസീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ, അതാണ് ആ പ്രോസസ്സ്. ഇതാണ് ഹീറ്റ് അഡിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് 1 to 2 ആണ് ഹീറ്റ് അഡിഷൻ പ്രോസസ്സ്. അപ്പോൾ T1 വാല്യൂ നമുക്ക് തന്നിട്ടില്ല, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണ് തന്നെ T1 വാല്യൂ, റിസീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 317 degrees Celsius. അപ്പോൾ ഈ 317 degrees Celsius നമുക്ക് അബ്സല്യൂട്ട് ടെമ്പറേച്ചറായിട്ട് മാറ്റണം, അതായത് കെൽവിനിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് +273 കൊണ്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 590 കെൽവിൻ എന്ന് കിട്ടും. 317 + 273 ഈസ് ഈക്വൽ ടു 590 കെൽവിൻ എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ആൻഡ് റിജക്ട്സ് ഹീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ. ഇവിടെ ഹീറ്റ് റിജക്ഷൻ ഏതാ പ്രോസസ്സ്, ഐസോതെർമൽ കംപ്രഷനാണ് ഹീറ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രോസസ്സ് ഏതാണ്, 3 to 4. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, സോ T3 ആണ് ടെമ്പറേച്ചർ. അപ്പോൾ T3യുടെ വാല്യൂ ആണ് ഇവിടെ ഗിവൻ ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് 22 degrees Celsius. അപ്പോൾ ഈ 22 നമുക്ക് എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് വാല്യൂയിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് 273 കൊണ്ട് ആഡ് ചെയ്യും, ദാറ്റ് ഈസ്
22 plus 273 is equal to 295 Kelvin. 295 Kelvin കിട്ടി. നമുക്കൊരു എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി ഈറ്റ ഈക്വൽസ് 1 മൈനസ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡി divided by temperature of hot body, that is 1 minus T3 by T1 is equal to 1 minus 295 divided by 590 is equal to 0.5. 0.5 എന്നാണ് നമുക്ക് എൻ്റെ ആൻസർ ഇടുന്നത്. അപ്പോൾ ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 100. സോ 50% ആണ് ഈ കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി. Next question. A Carnot cycle works between two temperatures 327 degrees Celsius and 27 degrees Celsius. Find the thermal efficiency of the cycle. Also find the heat supplied during the heat addition process if the net work done is 120 kilojoule. ഇവിടെ നമുക്ക് രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെർമൽ എഫിഷ്യൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വർക്ക് ഡൺ തന്നിട്ടുണ്ട്. ഹീറ്റ് സപ്ലൈ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം വർക്ക്സ് ബിറ്റ്വീൻ ടു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറാണ് ഹീറ്റ് അഡിഷൻ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ലോവർ ടെമ്പറേച്ചറാണ് ഹീറ്റ് റിജക്ഷൻ ടെമ്പറേച്ചറും. അപ്പോൾ T1 ഈക്വൽസ് 327 ഡിഗ്രി സെൽഷ്യസും T3 ഈക്വൽസ് 27 ഡിഗ്രി സെൽഷ്യസും. ഇതിനെ അബ്സല്യൂട്ട് വാല്യൂയിലേക്ക് മാറ്റും, അതായത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 600 കെൽവിൻ നിന്ന് കിട്ടും, അതേപോലെ തന്നെ 300 കെൽവിൻ നിന്ന് കിട്ടും. പിന്നീട് വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 120 കിലോ ജൂൾ. നമുക്കറിയാം എഫിഷ്യൻസി ഈക്വൽസ് 1 മൈനസ് T3 ബൈ T1. 1 minus 300 by 600 is equal to 0.5, that is 50% ആണ് ഈ സൈക്കിളിൻ്റെ എഫിഷ്യൻസി. പിന്നീട് എഫിഷ്യൻസി നമുക്ക് എങ്ങനെ എഴുതാം? വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതി കൂടെ. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ ഇവിടെ ഗിവൺ ആണ്, എഫിഷ്യൻസി അറിയാം, നമുക്ക് QSൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് QS ഈക്വൽസ് വർക്ക് ഡൺ ബൈ എഫിഷ്യൻസി. ഇവിടെ എഫിഷ്യൻസിയുടെ വാല്യൂ കൊടുക്കുമ്പോൾ 50 എന്ന് കൊടുക്കരുത്, 0.5 എന്നേ കൊടുക്കാവുള്ളൂ. 120 by 0.5 which is equal to 240 കിലോ ജൂൾ. Third question. A theoretical engine works on Carnot cycle. At the beginning of isothermal expansion, the pressure, temperature and volume of air are 2 megapascal, 300 degrees Celsius and 0.03 meter cube respectively. The ratio of isentropic compression is 5 and isothermal expansion is 2. Find the pressure and temperature of air at each salient point in cycle. Second one, efficiency of the cycle, then work done per cycle. Take gamma equals 1.4. ഇവിടെ ഒരു കാർനോട്ട് സൈക്കിളിനെ പറ്റിയാണ് പറയുന്നത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് പ്രോസസ് 1 to 2 ആണ്. അപ്പോൾ അവിടെയുള്ള പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം വാല്യൂസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് P1 ഈക്വൽസ് 2 മെഗാപാസ്കൽ, T1 ഈക്വൽസ് 300 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് V1 ഈക്വൽസ് 0.03 മീറ്റർ ക്യൂബാണ് തന്നിരിക്കുന്നത്. പിന്നെ ദ റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. അപ്പോൾ ഐസെൻട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിയാബാറ്റിക് കംപ്രഷൻ തന്നെയാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഫിഗർ നോക്കുമ്പോൾ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ് 4:1 ആണ്. അപ്പോൾ അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ ആണ് V4/V1 വാല്യൂ ആണ് തന്നിരിക്കുന്നത്. V4/V1 ഈക്വൽസ് എന്താണ്? 5. അതേപോലെ തന്നെ ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ. ഐസോതെർമൽ എക്സ്പാൻഷൻ എവിടെയാണ്? പ്രോസസ് 1 to 2 ആണ്. അപ്പോൾ V2/V1 വാല്യൂ തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 2. പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് ഫൈൻഡ് pressure and temperature of air at each salient point in cycle. നമ്മുടെ സൈക്കിളിനകത്ത് 4 പോയിൻറ്റ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് 1, 2, 3, 4 ഇങ്ങനെ 4 പോയിൻറ്റ്സ് ആണ് നമ്മുടെ സൈക്കിളിലുള്ളത്. നമുക്കിവിടെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ അറ്റ് ഈച്ച് സാലിൻ്റ് പോയിൻറ്റ് സൈക്കിളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ P1 ഉണ്ട്, T1 ഉണ്ട്. ഇനി നമുക്ക് P2ഉം T2ഉം കാണണം, അതേപോലെ തന്നെ P3ഉം T3ഉം കാണണം, അതേപോലെ തന്നെ P4ഉം T4ഉം കാണണം. നെക്സ്റ്റ് എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ, ഈറ്റ എഫിഷ്യൻസി കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ വർക്ക് ഡൺ പെർ സൈക്കിൾ, പിന്നെ ഗാമയുടെ വാല്യൂ ഗിവനാണ് 1.4. നമുക്ക് ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതാം. പ്രഷർ P1 ഈക്വൽസ് 2 മെഗാപാസ്കൽ വിച്ച് ഈസ് ഈക്വൽ 2 × 10⁶ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദെൻ ടെമ്പറേച്ചർ അബ്സല്യൂട്ടിലേക്ക് മാറ്റുമ്പം 573 കെൽവിൻ. ദെൻ വോളിയം V1 ഈക്വൽസ് 0.03 മീറ്റർ ക്യൂബ്. ദെൻ V4/V1 ഈക്വൽസ് 5. ദെൻ V2/V1 ഈക്വൽസ് 2. നമുക്കറിയാം അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ ഈക്വൽസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ ആണ്. ഇവിടെ അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ എന്താണ്? V4/V1 ആണ്. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ റേഷ്യോ V3/V2 ആണ്. സോ
V4 by V1 equals V3 by V2 which is equal to 5. അതേപോലെ തന്നെ ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ഈക്വൽസ് ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ. ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ എന്താണ്? V2 by V1. ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോ V3 by V4. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ V1ൻ്റെ വാല്യൂ ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള വോളിയൂംസ് എല്ലാം ഒന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ V4 ഈക്വൽ എങ്ങനെ വരും? V4 ഈക്വൽസ് 5 VV1 എന്ന് വരും. ഇപ്പോൾ V1ൻ്റെ വാല്യൂ നമുക്കറിയാം. V1 0.03 ആണ്. 0.03 × 5 0.15 മീറ്റർ ക്യൂബ് എന്ന് വരും. അതേപോലെ തന്നെ V3 by V4 ഈക്വൽ ടു 2 ആണ്. സോ V3 ഈക്വൽസ് 2 × V4 എന്ന് എടുക്കുക. അപ്പോൾ 2 × V4ൻ്റെ വാല്യൂ ഇവിടെ ഗിവൺ ആണ്. സോ V4ൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.15. ദാറ്റ് ഈസ് 2 × 0.15 വിച്ച് ഈസ് ഈക്വൽ ടു 0.3 മീറ്റർ ക്യൂബ്. ഇനി V2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം V2 by V1 ഈക്വൽസ് 2 ആണ്. സോ V2 ഈക്വൽസ് 2 × V1. സോ 2 × V1ൻ്റെ വാല്യൂ 0.03 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 0.06 മീറ്റർ ക്യൂബാണ് V2ൻ്റെ വാല്യൂ. അപ്പം കൂടെ V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, V4 ഉണ്ട്. ഇനി ഫോർ ഐസോതെർമൽ പ്രോസസ് 1 to 2 നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ് എന്താണ്? PV ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് അഥവാ P1 V1 ഈക്വൽസ് P2 V2. സോ ദാറ്റ് P2 ഈക്വൽസ് V1 by V2 × P1. നമുക്കിവിടെ V2 by V1ൻ്റെ വാല്യൂ അറിയാം. ദാറ്റ് ഈസ് 2. സോ V1 by V2 വിൽ ബി 1/2. ദാറ്റ് ഈസ് 1/2 × P1ൻ്റെ വാല്യൂ 2 × 10⁶. സോ 2 × 2 വെട്ടിപ്പോവും 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി അഡിയബാറ്റിക് പ്രോസസ് 2 to 3 കൺസിഡർ ചെയ്യുക. നമ്മൾ പഠിച്ചതാണ് അഡിയബാറ്റിക് പ്രോസസിൻ്റെ ഇക്വേഷൻ പ്രഷർ വോളിയം റിലേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ് P1 by P2 ഈക്വൽസ് V2 by V1 റേസ് ടു ഗാമ. അതിവിടെ അപ്ലൈ ചെയ്യാം. അതിവിടെ പ്രോസസ് 2 to 3 ആയതുകൊണ്ട് P3 by P2 ഈക്വൽസ് V2 by V3 ദ ഹോൾ റേസ് ടു ഗാമ. സോ ദാറ്റ് P3 ഈക്വൽസ് P2 × V2 by V3 ദ ഹോൾ റേസ് ടു ഗാമ. ഇപ്പോൾ P2ൻ്റെ വാല്യൂ നമ്മളെ കണ്ടുപിടിച്ചു 10⁶ എന്നാണ്. സോ 10⁶ × V3 by V2ൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണ്. സോ ദാറ്റ് V2 by V3 1/5 ആയിരിക്കും. 1/5 ദ ഹോൾ റേസ് ടു ഗാമ. ഗാമയുടെ വാല്യൂ 1.4. അപ്പോൾ അത് കാൽക്കുലേറ്റർ നമുക്ക് ചെയ്ത് നോക്കാം. 10⁶ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1/5 ഹോൾ റേസ് ടു ഗാമയുടെ വാല്യൂ എത്രയാണ്? 1.4. സോ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 105061.112 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അവിടെ കിട്ടുന്ന വാല്യൂ. നെക്സ്റ്റ് അഡിയബാറ്റിക് പ്രോസസ്സിലെ നമ്മൾ ടെമ്പറേച്ചർ വോളിയം റിലേഷൻ കഴിഞ്ഞ വീഡിയോ പഠിച്ചാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ. T3 by T2 ഈക്വൽസ് V3 by V2 ദ ഹോൾ റേസ് ടു 1 - ഗാമ. അപ്പോൾ T3 അങ്ങനെ വരും. T3 ഈക്വൽസ് T2 × V2 by V3 ദ ഹോൾ റേസ് ടു 1 - ഗാമ. ഇവിടെ T2ൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ പ്രോസസ് 1 to 2 ഐസോതെർമൽ പ്രോസസ്സാണ്. സോ ദാറ്റ് T1 ഈക്വൽസ് T2 ആണ്. സോ T2ന് T1ൻ്റെ വാല്യൂ കൊടുക്കാം. ദിസ് 573 × V3 by V2ൻ്റെ വാല്യൂ 5 ആണ്. റേസ് ടു 1 - ഗാമ. ദാറ്റ് ഈസ് 1 - 1.4. അത് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. 573 × 5 റേസ് ടു 1 - 1.4 which will be equal to 301 Kelvin. ഇപ്പോൾ T3യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഫോർ ഐസോതെർമൽ പ്രോസസ് 3 to 4 ഇവിടെ നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ് PV ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. P4 V4 ഈക്വൽസ് P3 V3. സോ ദാറ്റ് P4 കണ്ടുപിടിക്കണം. P3 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി P4 ആണ് കണ്ടുപിടിക്കാനുള്ളത്. P4 ഈക്വൽസ് P3 × V3 by V4. P3യുടെ വാല്യൂ നമുക്ക് അറിയാം 105061. അതേ ഇൻറ്റു V3 by V2യുടെ വാല്യൂ 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ വാല്യൂ കിട്ടും. നമുക്ക് ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ എഴുതാം. ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ ദാറ്റ് ഈസ് P1 V1 log V2 by V1. എന്താണ് P1 എന്താണ് 2 × 10⁶. V1 എന്താണ് 0.03 ഇൻറ്റു V2 by V1ൻ്റെ വാല്യൂ അറിയാം log V2 by V1 ദാറ്റ് ഈസ് log 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 2 × 10⁶ ഇൻറ്റു 0.03 ഇൻറ്റു log 2.
ഇതിൻ്റെ വാല്യൂ വരുന്നത് 41588.83 ജൂൾ എന്ന് കിട്ടും. നെക്സ്റ്റ് ഹീറ്റ് റിജക്ഷൻ്റെ വാല്യൂ എഴുതാം. അത് ഐസോതെർമിക് പ്രോസസ് അല്ലേ, ദാറ്റ് ഈസ് P3 log V3/V4. P3യുടെ വാല്യൂ അറിയാം, V3 അറിയാം, V3/V4ൻ്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 105061.112 ഇൻറ്റു V3യുടെ വാല്യൂ എത്രയാണ്? 0.3 ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് V3/V4ൻ്റെ വാല്യൂ 2 ആണ്. 2 = 2184.6.84 ജൂൾ എന്ന് കിട്ടും. നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡിൻ്റെ വാല്യൂ എത്രയാണ്? 41588. This 41588.83 minus heat rejected will be 19,741.9 ജൂൾ എന്ന് കിട്ടും. അല്ലെങ്കിൽ കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ 19.74 കിലോ ജൂൾ എന്ന് കിട്ടും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഈ വാല്യൂ ആണ്. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ, എഫിഷ്യൻസി ഈറ്റ ഈക്വൽസ് വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. ഹീറ്റ് സപ്ലൈഡിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ വാല്യൂ കിട്ടി 41588.83 എന്ന് കിട്ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് 41588.83 47.4746 എന്ന് കിട്ടും, which is equal to 47.46% ആണ് ഈ സൈക്കിളിൻ്റെ എഫിഷ്യൻസി.